കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കാലഘട്ടങ്ങളിൽ ചില വീഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. സംസ്കൃത സൂക്തങ്ങൾ, ഉദാഹരണം, സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോ ബ്രാഹ്മണാഭ്യാം ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അത് ആ വീഡിയോ ക്ലിപ്പിൽ അതിൻ്റെ ഉച്ചാരണം പോലും അല്പം വൈകൃതമാണ്. അതിനെ ഞാൻ വിമർശിക്കുകയല്ല. കാരണം മലയാളത്തിൽ ദേവനാഗരി ലിപിയിൽ അല്ലാതെ മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ച അതിൻ്റെ ഭാഗമാണ് ആ വീഡിയോ ക്ലിപ്പിൽ പറയുന്നത്. അത് മാതൃഭൂമി ബുക്ക് സ്റ്റാൾ, അതുപോലെ ചിന്ത ബുക്ക് സ്റ്റാളൊക്കെ ഇതുപോലെ ചില പുസ്തകങ്ങൾ എഴുതി. അതവരുടെ ബിസിനസ്സിനും കച്ചവട തന്ത്രങ്ങൾക്ക് മാത്രമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോ ബ്രാഹ്മണാഭ്യാം ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അത് ചില ആപ്തവാക്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും ക്ഷേമം, ഐശ്വര്യം, സമാധാനം ഉണ്ടാകട്ടെ എന്നൊക്കെ ആശയം വരുന്നുണ്ട്. അത് ഈ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന വിഷയം, അത് ബ്രാഹ്മണർക്കും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജാക്കന്മാരുടെയും ഭരണത്തിന് കീഴിലുള്ള ആ ഒരു ലോകത്തിന് മാത്രം ക്ഷേമം വരണം എന്നാണ് അതിൻ്റെ ആശയം. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അത് വാസ്തവമായി തോന്നാം. പക്ഷേ സംസ്കൃത പദങ്ങൾ വ്യവഹരിക്കുന്ന നിയമങ്ങളുണ്ട്. അത് ഈ പുസ്തകം പല സൗകര്യക്കുറവ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. AC ചാക്കോ, സംസ്കൃത പണ്ഡിതനായ AC ചാക്കോ, അദ്ദേഹം ആലപ്പുഴ ജില്ലക്കാരാണെന്ന് തോന്നുന്നു, പാണിനീയ പ്രത്യോതം എന്ന് എഴുതി ഇന്ന് സംസ്കൃതത്തിലെ വ്യക്തമായ അറിയപ്പെട്ട വ്യാകരണ ഗ്രന്ഥമാണ് പാണിനീയ പ്രത്യോതം. സംസ്കൃത പദങ്ങൾ എങ്ങനെ വ്യവഹാരം ചെയ്യണമെന്ന് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനല്ല. ഈ ചെറിയ ഉദാഹരണം പറയാം. ഈ ഗോ എന്നതിന് പശു എന്ന് മാത്രമെന്ന് എവിടുന്ന് അർത്ഥം കിട്ടി? ഏത് ഡിക്ഷണറിയിലാണുള്ളത്? നമുക്ക് മനസ്സിലാകാവുന്നൊരു ഉദാഹരണം പറയാം. പൂച്ച, സിംഹം, പുള്ളിപ്പുലി, ഇതൊക്കെ കാറ്റ്സ് ഫാമിലിയിലാണ്. മാർജാര വംശം. എന്നാൽ വീട്ടിൽ വളർത്തുന്ന പൂച്ചയ്ക്ക് മാത്രം പൂച്ച എന്ന് പേരുള്ളൂ. മറ്റേത് പൂച്ച വർഗമാണ്. മനസ്സിലായി എന്ന് കരുതും. ഇത് വീഡിയോ ക്ലിപ്പ് പല സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ മാർജാര വംശം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന പൂച്ചയ്ക്ക് മാത്രം മാർജാരൻ എന്ന് പറയുന്നു. മാർജാര വംശത്തിൽപ്പെട്ട ഒരുപാട് ഇനങ്ങളുണ്ട്. ഇതുപോലെ സംസ്കൃത പദങ്ങൾ എടുത്ത് വ്യവഹരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഗോ എന്നതിന് പശു എന്നർത്ഥമുണ്ട്. വിപുലമായ അർത്ഥങ്ങൾ കിടക്കുകയാണ്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും എഴുതി വെച്ച വിഡ്ഢിത്തങ്ങൾ എടുത്ത് വിളമ്പാനല്ല. ജ്ഞാനം എന്നുള്ളത് ആർഷജ്ഞാനം, ബ്രഹ്മജ്ഞാനം, ദൈവജ്ഞാനം, ഈശ്വരജ്ഞാനം, പ്രജാപത്യജ്ഞാനം, പൈശാചിക ജ്ഞാനം. ഭാരതീയ തത്വഗ്രന്ഥങ്ങളിൽ ജ്ഞാനത്തെ തരംതിരിച്ചിട്ടുണ്ടെന്നാണ്. ആർഷജ്ഞാനം, മിതമായ സൗമ്യതയിൽ സംസാരിക്കുന്ന ജ്ഞാനം. ബ്രഹ്മജ്ഞാനം, ഒന്നിനെയും എതിർക്കാത്ത ജ്ഞാനം. ദൈവജ്ഞാനം. പ്രജാപത്യജ്ഞാനം, എങ്ങനെ ഇടപെടണം വളരെ ഡീസൻ്റായിട്ട്. എന്നാൽ അവസാനം ഒരു ജ്ഞാനത്തെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പൈശാചിക ജ്ഞാനം. എന്തിനും ദുർവ്യാഖ്യാനം ചെയ്യുന്ന പൈശാചിക ജ്ഞാനം. ഈ പൈശാചിക ജ്ഞാനത്തിൽ വ്യാഖ്യാനിച്ചതാണ് ചില വീഡിയോ ക്ലിപ്പുകൾ. അപ്പോൾ പറഞ്ഞതിൻ്റെ വിഷയം, മഹാനായ മോന്യൂർ വില്യംസിൻ്റെ ഡിക്ഷണറി, വളരെ സൗകര്യക്കുറവുകൊണ്ടാണ് കാണിക്കുന്നത്. സംസ്കൃതത്തിലെ അറിയപ്പെട്ട പണ്ഡിതനാണ് മോന്യൂർ വില്യംസ്. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്ന് വാരണാസിയിൽ വന്ന് സംസ്കൃതം പഠിച്ച്, ഈ മോന്യൂർ വില്യംസ് ക്രിസ്ത്യൻ മിഷണറിയാണ്. സംസ്കൃത പദങ്ങൾ എങ്ങനെ വ്യവഹരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും എഴുതി വച്ച ചില പുസ്തകങ്ങളെടുത്ത് വ്യാഖ്യാനിച്ചാൽ അതിൻ്റെ അനന്തരഫലം വളരെ വലുതാണ്. ഇനി മറ്റൊരു കാര്യം, ഈ ഗോ ബ്രാഹ്മണാഭ്യാം ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതിലെ ഒരു വാക്യം ഇവരൊക്കെ പെന്തക്കോസിലെ ആളുകളായാലും ശരി, അല്ലാത്ത ആളുകളായാലും ശരി, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന യുക്തിവാദിയായാലും യുക്തിക്ക് വാദം പിടിച്ച വാദിയായാലും ഒക്കെ
ന്യായേന മാർഗേണ എന്നൊരു വാക്കുണ്ട്. അത് വെട്ടിക്കളഞ്ഞ് ആ വാചകത്തിൻ്റെ അപ്പുറത്തെ തലയും ഇപ്പുറത്തെ തലയും വെട്ടും. എന്നിട്ട് നടക്കിലത്തെ കാര്യം ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും. അത് വരുത്തുന്ന ഭവിഷ്യത്തുക്കൾ വലുതാണ്. ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണാഭ്യാം ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. അവിടെ മഹീം മഹീഷ എന്ന് പറഞ്ഞാൽ ഈ ആശയത്തെ കുറേയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇത് ശരിയെന്ന് തോന്നും. എന്നാൽ മഹിമ മാ മഹീഷ എന്ന വൈദിക സംസ്കൃതം എന്താണെന്നും ലൗകിക സംസ്കൃതം എന്താണെന്നും നന്നായി മനസ്സിലായില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. ഈ ഭഗവത്ഗീതയിലെ അഞ്ചാമത്തെ അധ്യായം അതിലെ 18-ാമത്തെ വാക്യത്തിൽ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തനീ ശൂനീ ചൈവ ശ്വപാകേ ച പണ്ഡിതാ സമദർശിനി. അതിലർത്ഥം മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായ ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും പട്ടിയെയും ചണ്ടാലനെയും ബ്രഹ്മജ്ഞാനികൾ തുല്യഭാവനയോടെ ദർശിക്കുന്നു. മനസ്സിലായോ? വൈശേഷികം പഠിച്ചാലും സാഖ്യം ജ്ഞാനം രുദ്രപ്പൊരുളൊക്കെ പഠിച്ചാലും ആ പഠിച്ച സംസ്കൃത പണ്ഡിതനും നായയുടെ മാംസം ശ്വാന മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനും ബ്രഹ്മജ്ഞാനത്തിൻ്റെ മുന്നിൽ ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനെയും ചണ്ടാലനെയും ഒരേ ആശയം, വ്യത്യാസമില്ല എന്ന് ഭഗവത്ഗീത പറയുന്നു. എടുത്ത് അപ്പുറത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത എന്ന് പറഞ്ഞിട്ട് മുറി വ്യാഖ്യാനം വെച്ചവൻ അതിന് മറുപടി പറയേണ്ടി വരും. ഇരിക്കട്ടെ. അടുത്തത് ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് ശിവസഹസ്രനാമം. ഈ പുസ്തകത്തിൻ്റെ പേര് ശിവസഹസ്രനാമം. ഇതിൽ അതിൻ്റെ 668-ാമത്തെ സൂക്തത്തിൽ വൃഷഃ നമോ വൃക്ഷോഭ്യ ഹരികേശഭ്യ പശൂനാം പതയേ നമഃ ക്ഷിതീതലേ രുദ്രാസ്ത്വംശാപരേയേ വൃക്ഷാകതോ വസതി വിവിധേ വൃക്ഷേഷു വാ സംസ്ഥിത. അതിനർത്ഥം ഈ കാണുന്ന രൂപത്തിലുള്ളത് മാത്രമല്ല, ലോകത്തിൽ ഉള്ള വൃക്ഷങ്ങൾ, പുൽച്ചെടികൾ, ഈ സമസ്ത മേഖലകളെയും ശിവൻ എന്ന് പറഞ്ഞിരിക്കുന്നു, പ്രപഞ്ചത്തെ പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹം എന്നല്ല. ഇതിനൊന്നും ന്യായീകരിക്കുകയല്ല ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. അപ്പോൾ ഇനി അടുത്തത് വേറൊന്ന്. മഹാഔഷധാഹ മഹാജത്രു അലോലഹ മഹാഔഷധ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം നെല്ല്, ഗോതമ്പ്, യവം തുടങ്ങിയ ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ്. അവയുടെ എല്ലാം പ്രഭുവാകുന്നു മഹാൻ എന്ന് പറഞ്ഞാൽ അരി, നെല്ല്, ഗോതമ്പ്, പയറ് ഇത് മുഴുവൻ ആരാണ്? ശിവനാണ്. ഈ ദുർവ്യാഖ്യാനം ചെയ്ത ആളുകൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും കണ്ടിട്ടില്ല, എവിടെയോ ആരോ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് വ്യാഖ്യാനിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീഷ ഗോബ്രാഹ്മണാഭ്യാം ശുഭമസ്തു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് തെറ്റുകൂടാതെ പോലും അതിനൊന്നും ഞാൻ വിമർശിക്കുകയല്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം. ഞാൻ പറഞ്ഞതിന് തെളിവുകൾ സഹിതമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആർഷജ്ഞാനം, പ്രജാപത്യജ്ഞാനം എന്ന സംസ്കൃത പദങ്ങളൊക്കെ എടുത്ത് പ്രസംഗിക്കണം, ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സംഭവമാകരുത്. അതുകൊണ്ട് ഈ പറയുന്നൊന്നല്ല അർത്ഥം. ഗോ ബ്രാഹ്മണാഭ്യം, ഗോ എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഗോതലം, ഗോമഹീതലം, ഗോവർദ്ധനഗിരി, അങ്ങനെ ഒരുപാട്. ഭൂപ്രദേശങ്ങൾക്ക് തന്നെ വൃക്ഷങ്ങൾക്കും ഭൂപ്രദേശങ്ങൾക്കും വ്യക്തികൾക്കും പുല്ലിനും പുൽക്കൊടിക്കുമൊക്കെയും പശു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ
ഒരു ഇന്ന് കാണുന്ന 4 കാലുള്ള പശുവിനെ ഓക്സൺ ഫാമിലിയിൽപ്പെട്ട, അതിന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് പശു എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പശു എന്താണെന്ന് ആദ്യം പഠിക്കട്ടെ. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു.